ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പം നമ്മൾ എല്ലാവരുടെയും വീടുകളിൽ അപ്പം ഉണ്ടാകും. അപ്പം ക്രിസ്ത്യാനികളുടെ എല്ലാ വീടുകളിലും അപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പം പിന്നെ നമുക്കും ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അപ്പം ഉണ്ടാക്കുന്ന പുറപ്പാടാണ്. അപ്പം ഇന്ന് പള്ളിയിൽ പോകണം. അപ്പം പള്ളിയിലും അപ്പം കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നത്. കുരിശോല അപ്പം ഉണ്ടാക്കണം, വട്ടയപ്പം ഉണ്ടാക്കണം, പിന്നെ പാലും കാച്ചണം. അപ്പം ഞാൻ കുരിശോലപ്പം ഉണ്ടാക്കാൻ വേണ്ടി 2 ഗ്ലാസ് അരിയും 1/4 ഗ്ലാസ് ഉഴുന്ന് ശകലം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കഴുകി വെള്ളത്തിലിട്ടു. അതുപോലെ തന്നെ അരിയും നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടു. വട്ടയപ്പത്തിന് 3 കപ്പ് അരിയെടുത്ത് കഴുകി മാറ്റി വെച്ചായിരുന്നു. അപ്പം ഇതിനൊക്കെയുള്ള തേങ്ങ വേണമല്ലോ. തിരുകുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും കൂടെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ തിരുകി തരാമെന്നും പറഞ്ഞുകൊണ്ട് അതിനും പിന്നെ നാളെ ദുഃഖവെള്ളിക്ക് ഇച്ചിരി പയറുണ്ടാക്കണം. അപ്പം അതിനുള്ള തേങ്ങ എല്ലാം ഇവർ തന്നെ തിരുകി തന്നായിരുന്നു എനിക്ക്. പിന്നെ വീട്ടിൽ ചോറെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇതിനെല്ലാം അരച്ചെടുത്തു. നമ്മൾ പിന്നെ വട്ടയപ്പത്തിന് വേണ്ടി അരിയും കുറച്ച് ഏലക്കായും ജീരകവും പിന്നെ ഒരു തേങ്ങ മൊത്തം 1.5 തേങ്ങയോളം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് കുറച്ച് ഈസ്റ്റും കൂടെ അരച്ച് നേരത്തെ വെച്ചായിരുന്നു ഒന്ന് പുളിക്കാൻ വേണ്ടി. കുരിശോല അപ്പത്തിന് നമുക്ക് പുളിക്കണ്ട. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുടുന്നതിന് 1 മണിക്കൂർ മുമ്പ് അരയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഉപ്പെല്ലാം ഇട്ട് കലക്കി ഞാൻ മാറ്റി വെച്ചിട്ട് വട്ടയപ്പത്തിന് മാറ്റി വെച്ചിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നു. എന്തായാലും കുരിശോല പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു മതിയെന്ന് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഉഴുന്നെല്ലാം നന്നായിട്ട് കുതിർന്നു വന്നു. അപ്പോൾ ഉഴുന്നും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും, അതായത് ഒത്തിരി ഒന്നുമില്ല, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കുതിർത്ത് വെച്ചിരുന്ന അരി മാത്രം നല്ല മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് 1.5 തേങ്ങ, അത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ചെറിയ ഒരു തരി വരത്തക്കത്തിൽ അരച്ചെടുത്തിട്ട് അതും കൂടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു വലിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ഇഡലി പാത്രത്തിലൊന്നും ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ചീഞ്ചട്ടി വെച്ച് അതിനകത്ത് വെള്ളവും വെച്ച് വേറൊരു പാത്രം വെച്ച് അടച്ചു വെച്ച് അതിനകത്താണ് ഉണ്ടാക്കുന്നത്. പാത്രത്തിന് ഇളകി വരാൻ വേണ്ടി കുറച്ച് നെയ്യ് തേച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെ ഈ നമ്മുടെ കുരിശോല അപ്പത്തിനുള്ള ഇതും വെച്ച് കുരിശും ഉണ്ടാക്കി അതിനകത്ത് വെച്ചായിരുന്നു. അങ്ങനെ പള്ളിയിലത്തേക്കും നമുക്ക് വീട്ടിലും മുറിക്കാനുള്ള അപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്കാണ് വെച്ചിട്ട് പാല് കാച്ചണം. അപ്പം നേരത്തെ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരുന്നത് കൊണ്ട് അതിനകത്തോട്ട് കുറച്ചെന്ന് വെച്ചാൽ ഒരു 4 സ്പൂണോളം വറുത്ത അരിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടാം പാലൊഴിച്ച് നന്നായിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുത്തു. കുറുകി വന്നപ്പോഴത്തേക്ക് ഇഞ്ചിയും ചുക്കും പൊടിച്ചത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 പാല് ചേർത്ത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കുരിശോലയും കൂടെ ശകലം അതിനകത്ത് മുറിച്ചിട്ട് ഒരു കുരിശും കൂടെ ഉണ്ടാക്കി വെച്ചു.